ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു അടിപൊളി ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാവേ. രാവിലെ തന്നെ നമ്മുടെ മീനു ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങാണ്. അപ്പോഴാണ് ആകാശ റൂമിലേക്ക് എത്തുന്നത്. അപ്പോൾ വാതയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ മീനുവാണ് കണ്ണൊക്കെ എഴുതുന്നത് കേട്ടോ കാണുന്നത്. പെട്ടെന്ന് ആകാശ മീനുവിനെ തന്നെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ മീനു തിരിഞ്ഞു നിന്ന് ചോദിക്കും, എന്താ ആകാശേ, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ, ആദ്യം കാണുന്ന പോലെ എന്ന് ചോദിക്കാം. നിൻ്റെ ഈ കണ്ണിൻ്റെ സൗന്ദര്യം ഞാൻ ആസ്വദിക്കായിരുന്നു എൻ്റെ മീനൂട്ടി, കാന്തം പോലെയല്ലേ നിൻ്റെ കണ്ണുകൾ എന്ന് പറയുക. ഓഹോ, രാവിലെ നല്ല റൊമാൻറ്റിക് ആയിട്ടാണല്ലോ ആൾ വരുന്നേ എന്ന് ചോദിക്കുക. അതെ, ഇന്ന് ഞാൻ ഭയങ്കര റൊമാൻറ്റിക്കാ. എന്നാൽ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണേ. അപ്പോൾ നമ്മുടെ ആകാശം മീനുൻ്റെ അടുത്ത് നിന്ന് മീനിനെ വട്ടം കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുടിയിൽ മണത്ത് നോക്കുക. നീ ഷാമ്പു മാറ്റിയോ മീനു എന്ന് ചോദിക്കുക. ആ മാറ്റി, കൊള്ളൂല്ലേ മണം? പഴയ മണത്തെക്കാളും നല്ലത് ഇത് തന്നെയാണ്, അടിപൊളി ആയിട്ടുണ്ട്. അതെ അല്ലേ, എന്നാൽ പിന്നെ ഇനി ഇത് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് അപ്പോൾ മീനും പറയാം. എന്നിട്ട് മീനു ആകാശിൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ നോക്കുക. അപ്പോൾ ആകാശ് പറയും, ദേ മീനു, എൻ്റെ കണ്ണിൽ നീ ഇങ്ങനെ നോക്ക് നിൽക്കല്ലേ, എനിക്ക് എന്തോ പോലെ തോന്നും. നിൻ്റെ കണ്ണിൽ കൃഷ്ണമണികൾക്ക് പകരം 2 കാന്തോ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, എന്നെ അതിലേക്ക് വലിച്ചിടുന്നു എന്നൊക്കെ നമ്മുടെ ആകാശ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പറയൂ കേട്ടോ. അപ്പം മീന് പറയും, അതെയോ, എൻ്റെ കണ്ണിന് അത്രയ്ക്ക് ഭംഗിയുണ്ടെന്നാണോ ആകാശ് പറയുന്നേ? പിന്നല്ലാതെ, നിൻ്റെ ഈ കണ്ണിലല്ലേ ഞാൻ ആദ്യം വീണു പോയത്. എങ്കിൽ ഇന്ന് എനിക്ക് ആകാശ് കണ്ണെഴുതുത്താ എന്നും പറഞ്ഞ് കൺമഷി ആകാശിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. അത് വേണോ മീനു, എനിക്ക് കണ്ണൊന്നും എഴുതാൻ അറിയത്തില്ലെന്ന് നിനക്കറിയത്തില്ലേ? അതൊക്കെ അറിയാം എന്നും പറഞ്ഞ് മീനു നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആകാശ് കുറച്ച് കൺമഷി എടുത്ത് നമ്മുടെ മീനുവിൻ്റെ ഭംഗിയുള്ള കണ്ണുകളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ആകാശിന് കൈ പറിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പം മീനു ചോദിക്കും, ഇതെന്താ നിൻ്റെ കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നേ? പിന്നെ വിറയ്ക്കാതെ, എനിക്ക് ടെൻഷൻ കയറുക, നീ എന്നെ ഇങ്ങനെ നോക്കല്ലേ, അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോവുക എന്ന് പറയേ. അപ്പം മീനു പറയും, കൺട്രോൾ വേണം, കൺട്രോൾ ചെയ്ത് എൻ്റെ കണ്ണുകളിൽ മാത്രം നോക്കി നീ അങ്ങ് വരയ്ക്കുക എന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ മീനുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പം ആകാശത്തിന് പിന്നെ എഴുതാൻ പറ്റാതാവും. എന്നാൽ ശരി, ഞാൻ തന്നെ എഴുതിക്കോളാം എന്നും പറഞ്ഞ് മീനു ആ കൺമിഷി മേടിച്ച് നമ്മുടെ ആകാശിൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ 2 കണ്ണിലും അവൾ കൺമിഷി പടർത്തുക. അത് കാണുമ്പം നമ്മുടെ ആകാശ് ചോദിക്കും, ഇത് ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യമായിരുന്നോ? ഈ പെണ്ണുങ്ങളെയൊക്കെ സമ്മതിക്കണം, ഇവരെത്ര എളുപ്പമാണ് കണ്ണൊക്കെ എഴുതുന്നത്. അതാണ് മോനെ പ്രാക്ടീസ്, ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പ്രാക്ടീസ് അല്ലേ. എന്തായാലും നിന്നെ സമ്മതിപ്പിച്ചു എന്ന് നമ്മുടെ ആകാശം പറയാണ് കേട്ടോ മീനുവിനോട്. അല്ല, ഞാനേ ആകാശിന് കണ്ണെഴുതി തരട്ടെ എന്നപ്പം മീനു ചോദിക്കുക. എന്ത്, എനിക്ക് കണ്ണെഴുതി തരികയോ? ദേ പോ മീനു, കളിക്കാതെ എന്നപ്പം മീനുവിനോട് ആകാശ് പറയാം, ചക്കരയല്ലേ, ഞാനൊന്ന് കണ്ണെഴുതി തരട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ആകാശിനെ അടുത്തേക്ക് ചെന്ന് കണ്ണെഴുതാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് ആകാശ് കണ്ണടച്ച് പിടിക്കുക. അപ്പം നമ്മുടെ മീനു ആകാശിൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുക. അപ്പോൾ ആകാശത്തിൽ മറന്ന് നിൽക്കുന്ന സമയം കണ്ട് നമ്മുടെ ആകാശിൻ്റെ 2 കണ്ണിലും കണ്ണും എഴുതി ഒരു മറുകും കുത്തി കൊടുക്കും കേട്ടോ കവിളിൽ. അയ്യോ, ഇതാരിത്, ആകാശ് മോനോ എന്നപ്പോട്ട് മീനു ചോദിക്കും. ദേ മീനു, നീ എന്നെ പറ്റിച്ചു കേട്ടോ. എന്ത് പറ്റിച്ചെന്ന്? ഞാനങ്ങനെ പലതും പറയും, നീ അതിലൊന്നും വീഴാൻ നിൽക്കരുത്. എന്തായാലും എൻ്റെ ചക്കരക്കുട്ടൻ സുന്ദരനായിട്ടുണ്ട് എന്നും പറഞ്ഞ് ആകാശനെ കൊഞ്ചിക്കും കേട്ടോ. സമയം നമ്മുടെ ഗോമതി അടുക്കളയിൽ തിരക്കിട്ട ഓരോ പരിപാടികളാണേ. അപ്പം ഇത്ര അങ്ങോട്ട് വരിക. എന്താ അപ്പച്ചി, ഇതെന്താ മഞ്ഞളൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുക. അതാണ് മോളെ മഞ്ഞൾ വെള്ളം. ഇതെന്തിനാ മഞ്ഞൾ വെള്ളം? അത് ദേവിയെ കുളിപ്പിക്കാൻ. ദേവിയെടുത്ത് എന്തിനാ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുന്നേ എന്ന് അപ്പം ഇത്ര ചോദിക്കുക. ഗർഭിണിയായിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പ്രതിരോധശേഷി ഉണ്ടാകാൻ വളരെ നല്ലതാ. 1.5 മാസം മുതൽ മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കുന്നത്. മഞ്ഞൾ ഔഷധ ഗുണമുള്ള സസ്യമല്ലേ, അതിൻ്റെ വെള്ളത്തിൽ കുളിച്ചാൽ നല്ല പ്രതിരോധശേഷി കിട്ടും. അത് മാത്രമല്ല, അസുഖങ്ങളൊന്നും ഉണ്ടാക്കില്ല, അണുബാധയും ഉണ്ടാവില്ല. നിൻ്റെ മുത്തശ്ശി എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് എന്ന് പറയാം. എന്തൊക്കെ ചിട്ടവട്ടങ്ങളാ. അതെ, ഞാൻ ഗർഭിണിയായിരുന്നപ്പം എന്നെ സഹായിക്കാൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ നിൻ്റെ മുത്തശ്ശി അയച്ചതാ. അവർക്ക് ഈ ചിട്ടകളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച എൻ്റെ അടുത്തേക്ക് വന്നത്. അതുകൊണ്ട് ഞാനും 1.5 മാസം തൊട്ട് മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുമായിരുന്നു എന്ന് പറയാണ്. അല്ല അപ്പച്ചി, ഇതിന് എന്ത് ചിട്ടവട്ടങ്ങളുണ്ടെന്ന് അപ്പച്ചി പറയുന്നത്? ആദിത്യ ഭഗവാനെ വിചാരിച്ച് വേണം മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കാൻ, അങ്ങനെയാ പറയാ. ഞാനേ ദേവിമോളെ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ. ശരി അപ്പച്ചി. അതെ, ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിൽ നിന്ന് കുറച്ച് മഞ്ഞളും കൂടി നീ ഇതിൽ എടുത്ത് ഇടണം കേട്ടോ. ഞാൻ ഇട്ടോളാം, നന്നായിട്ട് തിളച്ചിട്ടേ ഇടാവുള്ളൂ. ശരി അപ്പച്ചി. അപ്പച്ചി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറയാം. അപ്പോൾ അവിടേക്ക് സുഖിനെ വരികയാണ് കേട്ടോ അടുക്കളയിലേക്ക്. അല്ല മിത്രേ, നീ എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുവാ. ഞാനേ ഈ മഞ്ഞൾ വെള്ളം തയ്യാറാക്കുമായിരുന്നു. മഞ്ഞൾ വെള്ളമോ? അതെന്തിനാ? അത് ദേവിയടുത്തെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാ എന്ന് പറയാം. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ എന്നപ്പോൾ സുഗനി ചോദിക്കും. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? ദേവിയടുത്ത് ഈ പ്രഗ്നൻ്റ് അല്ലേ, ഈ സമയത്ത് ഈ വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാന്നാ അപ്പച്ചി പറഞ്ഞത്. ഇതേ എന്തോ ചിട്ടയാന്നൊക്കെയാ പറഞ്ഞേ എന്ന് പറയാം. അപ്പോൾ സുഗനി ചോദിക്കും, ഇതേ പണ്ടത്തെ കാലത്തെ വൈറ്റാട്ടിമാരുടെ പണിയാണ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ. പ്രതിരോധശേഷി കൂടും പോലും ഓരോ അന്ധവിശ്വാസമായിട്ട് ഇറങ്ങിയേക്കുക.
അതിനാ ഡോക്ടേഴ്സ് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരുന്നത്. ഗർഭിണികൾക്ക് പ്രതിരോധശേഷി കൂട്ടാൻ അത് അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറയാം. ദേവിയെടുത്തിയല്ലേ മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കുന്നേ? മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കാൻ സുകന്യേച്ചി ആരും നിർബന്ധിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഈ ഡയലോഗൊക്കെ പറയുന്നേ? എൻ്റെ അടുത്ത് ഈ മണ്ടത്തരം കൊണ്ട് പറഞ്ഞാ അത് ആരാണേലും വിവരം അറിയും എന്ന് അപ്പം സുകന്യ മിത്രയോട് പറയണേ കേട്ടോ. യാതൊരു ബോധവും ഇല്ലാത്ത ആൾക്കാർ. ചേച്ചി, ദേവിയെടുത്ത് ഞങ്ങൾ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്തുവാ പ്രശ്നം? ചേച്ചി എന്തിനാ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത്? ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം നോക്കിയാൽ പോരെ? മിത്രേ, ഈ വെള്ളത്തിൽ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി പുറത്തുനിന്ന് വാങ്ങിയതാണല്ലോ. ഓ, നമുക്ക് സ്വന്തമായിട്ട് കടയുണ്ടല്ലോ. ഈ പാക്കറ്റിൽ വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടെന്ന് അറിയാവോ നിങ്ങൾക്ക്? അത് ഇട്ട് വെള്ളം തിളപ്പിച്ചാ അവിടെ സുകന്യേച്ചിക്ക് തെറ്റി എന്ന് അപ്പം മിത്ര പറയാം. നല്ല ഒറിജിനൽ മഞ്ഞൾ അങ്കിളോ വാങ്ങിക്കൊണ്ട് വന്ന് അത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അല്ലാതെ കടയിലെ പാക്കറ്റ് മഞ്ഞൾപ്പൊടിയൊന്നും ഇവിടെ ഉപയോഗിക്കാറില്ല. അല്ല, മഞ്ഞൾ വളരാൻ കീടനാശിനി ഉപയോഗിക്കുമല്ലോ എന്നപ്പോൾ സുകന്യ വീണ്ടും ചോദിക്കുക, അല്ല ചേച്ചി ഈ മുഖത്തിട്ടിരിക്കുന്ന ക്രീമോ അതിൽ യാതൊരു കെമിക്കൽസും ചേരുന്നില്ല? ചേച്ചിയെല്ലാം സ്വയം ഉണ്ടാക്കി എടുക്കുന്നതാണോ? അല്ല, ഈ നെയിൽ പോളിഷ് ഇല്ലേ അതിൽ കെമിക്കൽസ് ഇല്ല? ഈ ലിപ്സ്റ്റിക്കിൽ, ഷാമ്പൂല്, കണ്ടീഷണറിലും ഒന്നും കെമിക്കൽസ് ഇല്ല അല്ലേ? അല്ല, ഈ ബോഡി സ്പ്രേയിലും കെമിക്കൽസ് ഇല്ലെന്നാണോ സുകന്യേച്ചി പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുക. ഷോ, ഇതിലൊക്കെ കെമിക്കൽസ് മിക്സ് ചെയ്തിട്ടുണ്ട്, അത് ചേച്ചിക്കും അറിയാം. എന്നിട്ടും ചേച്ചി അതൊക്കെ ഉപയോഗിക്കുന്നു. അതിനൊന്നും ചേച്ചിക്ക് ഒരു പരാതിയില്ല. സന്തോഷത്തോടെ ചേച്ചി അത് പ്രയോഗിക്കുന്നു. എന്തേ ഇല്ലേ എന്ന് ചോദിക്കുക. ഷോ, പക്ഷേ മഞ്ഞളിൻ്റെ കാര്യം വരുമ്പം സുകന്യേച്ചിക്ക് അതങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മഞ്ഞൾ സോ ടേൾട്ടി അല്ലേ? മഞ്ഞൾ മുഴുവൻ കെമിക്കൽസ്. എന്താ അല്ലേ ഡേൾട്ടി ആയിട്ടുള്ള മഞ്ഞൾ. പിന്നെ ചിലർക്ക് മഞ്ഞൾ അത്ര ഇഷ്ടപ്പെടാൻ വഴിയില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. വിഷാംശത്തെ തടയാൻ ഉപകാരപ്പെടുന്നതാണല്ലോ മഞ്ഞൾ. അതുകൊണ്ട് ചിലർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. മഞ്ഞൾ വെള്ളത്തിൽ കുടിച്ചാൽ ചിലരുടെ ഉള്ളിലെ വിഷാംശം അങ്ങ് പുറത്തു വരും. അതുകൊണ്ടാണ് അവർക്കത് ഇഷ്ടമല്ലാത്തത്. എനിക്കത് മനസ്സിലായിട്ട് സുകന്യേച്ചി എന്ന് മിത്ര സുകന്യോട് പറയേ. ചേച്ചിയുടെ അടവൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ എന്ന് സുകന്യ വീണ്ടും പറയും. സുകന്യോട് നമ്മുടെ മിത്ര പറയും. അപ്പം മറുപടി ഒന്നും ഇല്ലാതെ സുകന്യ അങ്ങോട്ട് പോവുക. അപ്പം സുകന്യ അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാണ് കേട്ടോ. മിത്രയോട് പറയാൻ ഒരു മറുപടി ഇല്ലാത്ത രീതിയിൽ. അപ്പം മിത്ര മനസ്സിൽ പറയും, കുറച്ചു ദിവസമായി ഒരു ഡോസ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരു ഡേട്ടി മഞ്ഞൾ വെള്ളം എന്തൊക്കെയാണ് ഞങ്ങളിത് ദേവിയെടുത്ത് കൊണ്ട് കുളിപ്പിക്കുന്നേ, ഇഷ്ടപ്പെടാനിട്ട് കുശുമ്പ് കൊണ്ടായി പറയുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമേ ഈ മിത്രയ്ക്കും ഉണ്ട്. എന്തായാലും വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്, ഇനി അതും കൊണ്ട് അടങ്ങിപ്പോയി ഇരുന്നാൽ മതിയായിരുന്നു ഇങ്ങനെയൊരു സ്ത്രീ എന്ന് മിത്ര മനസ്സിൽ പറയാണ്. അതേസമയം സുകന്യ അങ്ങോട്ട് മാറി നിന്നിട്ട് പറയും, എൻ്റെ മനസ്സ് മുഴുവനും വിഷമാണല്ലേടി, നിന്നെ കൊണ്ട് ഞാൻ ശരിയാക്കി തരാം. നീ എന്തായാലും മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കാൻ പോവല്ലേ? നിന്റെ മഞ്ഞൾ വെള്ളത്തിൽ കുളിച്ച ദേവി ദേഹം മുഴുവൻ ചൊറിയൂടി. എന്നിട്ട് അവൾ നിന്റെ ചെവിക്കിട്ട് തന്നെ അടിക്കും. അത് ഞാൻ കാണുന്നുണ്ട്. അപ്പം നിന്റെ ഈ അഹങ്കാരത്തിനുള്ള മറുപടിയായി ഞാൻ പൊട്ടിച്ചിരിക്കൂടി മാറി നിന്ന് എന്നൊക്കെ സുകന്യ അവിടെ നിന്ന് മനസ്സിൽ പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മിത്രയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി സഹായത്തിന് വേണ്ടി രാജശ്രീനെ ഫോൺ ചെയ്യുക. അതെ ചേച്ചി ഞാൻ ചേച്ചിക്ക് ഒരു ചോദ്യം ചോദിക്കും, അതിനൊരു ഉത്തരവും തരണം. ഞാനൊരു കാര്യം പറയാം. എന്താ മനസ്സിലായില്ല? ചേച്ചി, ഒരു ഗർഭിണിയെ കുളിപ്പിക്കാൻ മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. ഗർഭിണിയുടെ അമ്മായിമ്മയും മറ്റൊരു മരുമോളും ചേർന്ന മഞ്ഞൾ വെള്ളം തയ്യാറാക്കിയിട്ടുള്ളത്. ഓ, ദേവിക്ക് കുളിക്കാൻ വേണ്ടി ഗോമതിയും ഇത്രയും കൂടി മഞ്ഞൾ വെള്ളം തയ്യാറാക്കി, അതല്ലേ നീ പറഞ്ഞു വരുന്നേ? അതെ, അതെങ്ങനെ ചേച്ചിക്ക് മനസ്സിലായി? ഇതൊക്കെ മനസ്സിലാക്കുന്നേ അത്യാവശ്യം ബുദ്ധി മതി. ഒരു കുടുംബത്തിലെ വിത്തുകളല്ലേ മോളെ, ഒന്നുമല്ലെങ്കിലും നമ്മൾ രണ്ടും. മീനാക്ഷി ജോലിക്ക് പോയി എന്നറിയാം, അതുകൊണ്ട് മിത്ര എന്ന് ഞാൻ ഉറപ്പിച്ചങ്ങ് പറഞ്ഞത്. ഇന്നിവിടെ അതേ ദേവിയെ കുളിപ്പിക്കാൻ മഞ്ഞൾ വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടും കൂടി നിന്ന് ഗോമതി ചേച്ചി മിത്രയായിട്ടെന്നോ അടുക്കളയിൽ ആ മിത്ര മാത്രമേ ഉള്ളൂ. ചേച്ചി, ദേവി കുളിക്കുമ്പോൾ അവളുടെ ദേഹം മുഴുവൻ ചൊറിയണം. അതിനെന്താ പരിപാടി ചെയ്യാൻ പറ്റുന്നേ? അപ്പം നമ്മുടെ രാജശ്രീ പറയും, അതിനാണോ ഇത്ര ടെൻഷൻ നീ അടിക്കുന്നത്? അതിനല്ലേടി നായ്ക്കിരണപ്പൊടി, നല്ല ഒന്നാന്തരം നായ്ക്കിരണപ്പൊടി ആ വെള്ളത്തിൽ നീ അങ്ങോട്ട് കലക്കുക. അതെ, അത് ദേഹത്ത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ ദേവി കിടന്ന് തുള്ളും, അതുപോലെ ചൊറിയും. ആരാ ഉണ്ടാക്കിയത്? മിത്രയും ഗോമതിയും കൂടി. അവസാനം മിത്രയുടെ തല തന്നെ കുറ്റം മുഴുവൻ വരും. ദേവി നല്ലത് കൊടുക്കുകയും ചെയ്യും, നിനക്കത് കൺകൊള്ളൊക്കെ കാണുകയും ചെയ്യാം എന്ന് രാജശ്രീ പറയും. ഹോ, കേട്ടപ്പോൾ തന്നെ ചൊറിയുന്നു. എന്തായാലും ചേച്ചിയുടെ ബുദ്ധി കൊള്ളാം. നായ്ക്കിരണപ്പൊടി തെങ്കിൽ നായ്ക്കിരണപ്പൊടി. ഇന്ന് മിത്രയുടെ അഹങ്കാരം ഞാൻ തീർത്തിട്ടേ ഉള്ളൂ എന്ന് സുകന്യ പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗോമതി ദേവീനെയും കൂട്ടിക്കൊണ്ട് കുളിപ്പിക്കാൻ പോകാൻ തുടങ്ങാം. അപ്പം ആനന്ദ് അങ്ങോട്ട് വരിക. നീ ഇതെവിടേക്ക് പോവാ? നീയും ഇവിടെ വേണം. ഞാൻ ഇവിടെ വേണമെന്ന് എന്തിനാ അമ്മ പറയുന്നേ? ദേവീനെ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കാൻ പോവാ. അപ്പോൾ ഭർത്താവായ നീയും വേണം.
അല്ല, പ്രഗ്നൻസി ടൈമിൽ ദേവിക്ക് അസുഖം വരാതിരിക്കാൻ അമ്മ ദേവിയെ കുളിപ്പിക്കുന്നു. അതിന് ഭർത്താവായ ഞാൻ എന്തിന് ഇവിടെ വേണമെന്ന് പറയുന്നേ? എൻ്റെ ആവശ്യം എന്താ? ഞാനാണോ കുളിപ്പിക്കുന്നേ എന്ന് ആനന്ദ് അപ്പം ചോദിക്കുക. ഓ, കുളിപ്പിക്കുന്നതൊക്കെ ഞാൻ കുളിപ്പിച്ചോളാം, നീ ഒന്ന് അടുത്ത് വന്ന് നിന്നാ മതി. ഞാനെന്തിനാ അടുത്ത് വന്ന് നിൽക്കുന്നേ എന്ന് ചോദിക്കാം. നീ ഇവളുടെ ഭർത്താവല്ലേ, അതെന്താ? അതുകൊണ്ട് എടാ മോനെ, ഗർഭിണികൾ ആദ്യമായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുമ്പോഴേ ആദ്യത്തെ കപ്പ് ഒഴിക്കേണ്ടത് ഭർത്താവാ. ഓ, അപ്പം ഗൾഫിലുള്ള ഭാര്യമാരെ അങ്ങനെ കുളിപ്പിക്കുന്നേ? നീ ഗൾഫിലല്ലല്ലോ, ഇപ്പം നീ അവളുടെ അടുത്തുണ്ടല്ലോ. അമ്മേ, വലിയൊരു കമ്പനിയിൽ നിന്ന് ഫർണിച്ചറിൻ്റെ ഒരു ഓർഡർ കിട്ടിയിരിക്കുക, അതിൻ്റെ കാര്യത്തിന് എനിക്ക് പോകണം. കൃത്യം 11 മണിക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി എനിക്ക് കമ്പനി ചെല്ലണം. എടാ, അതിനിപ്പം 9 മണിയല്ലേ ആയുള്ളൂ. 9 മണിയായോ? അയ്യോ, സമയം ഇപ്പം തന്നെ പോയി. റോഡിലെ ട്രാഫിക്കിനെ പറ്റി അമ്മയ്ക്ക് വല്ല ധാരണയുണ്ടോ? ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 11 മണിക്ക് കമ്പനിയിൽ എത്താൻ പറ്റൂ, അല്ലെങ്കിൽ നീ ഓർഡർ വേറെ ആമ്പിള്ളേർ കൊണ്ടുപോകും. ഞാനേ ഇറങ്ങട്ടെ. എടാ, ഒരു കപ്പ് വെള്ളം ഒഴിക്കാനേ എത്ര സമയം വേണം? 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. ഒരു കപ്പ് മഞ്ഞൾ വെള്ളം ദേവിയുടെ ദേഹത്ത് നീ ഒഴിച്ചിട്ട് നീ പൊയ്ക്കോ. അമ്മേ, 5 മിനിറ്റിന് 5 മിനിറ്റിൻ്റെതായ വിലയുണ്ട്. ആനന്ദേട്ടനെ നിർബന്ധിക്കണ്ടമ്മേ എന്ന് ദേവിയും പറയും. ജോലിയുടെ കാര്യത്തിനല്ലേ പോകുന്നേ, പോയിട്ട് വരട്ടെ. ആ ഓർഡർ നഷ്ടപ്പെട്ട അത് ആനന്ദേട്ടൻ്റെ സങ്കടമല്ലേ? അപ്പം ഗോമതി പറയും, ഇവൻ ഈ സംസാരിക്കുന്ന സമയം മതിയല്ലോ മോളെ, ഒരു കപ്പ് വെള്ളം ഒഴിക്കാനാണോ ഇത്രയും സമയം വേണ്ടേ? അമ്മയ്ക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകില്ലേ എന്ന് ആനന്ദ് വീണ്ടും ചോദിക്കുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറയണം, അല്ലാതെ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് സമയമില്ല, ഞാൻ ഇറങ്ങാം എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് പോവാട്ടോ. എടാ, ഇതെന്താണ് നീ ഇങ്ങനെ എന്ന് ചോദിച്ച് അപ്പം ഗോമതി പുറകെ പോകും. പക്ഷെ ആനന്ദ് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പം ദേവിക്കും ആകെ സങ്കടമാവേ. അപ്പം ദേവിയുടെ മുഖം കാണുമ്പം ഗോമതി ദേവിയോട് ചോദിക്കും, മോളെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ലമ്മേ, ഞങ്ങൾ തമ്മിൽ എന്തു പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെന്താ അവൻ അങ്ങനെ പെരുമാറിയത്? നിന്റെ കാര്യത്തിലൊന്നും അവൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അത് 11 മണിക്ക് അങ്ങോട്ട് ചെന്നാലല്ലേ ഓർഡർ കിട്ടുള്ളമ്മേ, അതുകൊണ്ടായിരിക്കും ആനന്ദേട്ടൻ ധൃതി പിടിച്ചു പോയത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഇപ്പം എന്തു പ്രശ്നം ഉണ്ടാകാനാ അമ്മേ എന്ന് ചോദിക്കാം. അപ്പോൾ ഗോപതി പറയും, ശരി മോളെ, അമ്മായിമ്മയുടെ സ്ഥാനത്തല്ല അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ എന്നെ കാണുന്നതെന്ന് തന്നെ ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, എന്താ അമ്മേ, സ്വന്തം മോളോട് ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കുക. നീയും ആനന്ദിൻ്റെ ഇടയിൽ എല്ലാം ശരിയല്ലേ? നിങ്ങൾ തമ്മിൽ സന്തോഷത്തിൽ തന്നെയല്ലേ? എന്തേലും പ്രശ്നമുണ്ടോ മോളെ എന്ന് ഗോമതി വീണ്ടും ചോദിക്കാം. അല്ല, എനിക്കങ്ങനെ തോന്നി, എന്താണെങ്കിലും മോൾ അമ്മയോട് തുറന്നു പറയുക. അപ്പം ദേവി പറയും, ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് പറയാം. നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് മോള് പറഞ്ഞത് അമ്മ വിശ്വസിച്ചോട്ടെ എന്ന് അപ്പോൾ ഗോമതി വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കണം, ഒരു പ്രശ്നമില്ലെന്ന് നീ പറയുന്നു, പക്ഷേ നിന്റെ മുഖത്തങ്ങനെ അല്ലല്ലോ. അവൻ എന്താ പറയാനുള്ളതെന്നും കൂടി ഞാനൊന്ന് കേട്ടു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേവി ഞെട്ടി നിൽക്കുകയാണ്. ആനന്ദേട്ടൻ തൻ്റെ കാര്യങ്ങളുമെല്ലാം ഗോമതി അമ്മയോട് പറയുമോ എന്നുള്ള പേടിയാണ് കേട്ടോ ദേവിക്ക്. സമയം സുകന്യാണ് നായ്ക്കരണപ്പൊടിയായിട്ട് അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം ഇത്ര അവിടെ തന്നെ ഉണ്ട്, ഇവൾ ഇവിടെ തന്നെ തപസ്സിരിക്കുവാണ്, ഇവൾ എങ്ങനെ ഇവിടെ നിന്ന് മാറ്റും? ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സുകന്യ പുറത്തേക്ക് ചെന്നിട്ട് ഒരു പാത്രം എടുത്ത് താഴേക്ക് ഇടും കേട്ടോ. അപ്പം പെട്ടെന്ന് മിത്ര അത് കേൾക്കും. അതെന്താ ഒരു സൗണ്ട്, പൂച്ച വലുതും വന്നു എന്ന് പറഞ്ഞ് പൂച്ച പുറത്തേക്ക് ഇറങ്ങുന്ന സമയം നോക്കി സുകന്യ ആ നായ്ക്കരണപ്പൊടി മഞ്ഞൾ വെള്ളത്തിൽ കലക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മിത്ര ഇതൊന്നും അറിയാതെ ചൂടായല്ലോ എന്നും പറഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നേരെ കസേരയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുക, ദേവിനെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് ഗോമതിയും വരിക. മോളെ, ഒരു കപ്പും കൂടി വേണം എന്ന് ഗോമതി പറയട്ടോ. അതെന്തിനാമ്മേ കപ്പ്? ദേവിക്ക് കോരി ഒഴിക്കാൻ പാകത്തിന് പൊക്കത്തിൽ വേണം നമ്മൾ വെള്ളം വെക്കാനും, കോരി കുളിക്കാൻ വേണ്ടിയിട്ടാണ് മോളെ കപ്പ്. അതെനിക്ക് മനസ്സിലായി. അല്ല, ഇതെന്തിനാ പൊക്കി വെക്കുന്നേ എന്നപ്പോൾ ചോദിക്കുക. അത് കൈയെത്തി ദേവിക്ക് കോരി കുളിക്കണമല്ലോ. അല്ല, ദേവിയെടുത്ത് നമ്മളല്ലേ കുളിപ്പിക്കുന്നത്, അതിനെന്തിനാ ചേട്ടത്തിൻ്റെ കയ്യിൽ കപ്പ് കൊടുക്കുന്നേ എന്ന് അപ്പം മിത്ര ചോദിക്കും. ഇതിനൊക്കെ ഓരോ ചിട്ടവട്ടങ്ങളുണ്ട് മോളെ. ആദ്യത്തെ ഒരു കപ്പ് വെള്ളം ഒന്നെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ആങ്ങള വേണം ഗർഭിണിയുടെ ദേഹത്തൊഴിക്കാൻ. അത് കഴിഞ്ഞ് 3 കപ്പ് വെള്ളം അവർ സ്വയം ദേഹത്തൊഴിക്കണം, ആദ്യത്തെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് വേണം മറ്റുള്ളവർ കുളിപ്പിക്കാൻ എന്ന് ഗോമതി പറയേ. അയ്യോ, അതിന് ആനന്ദേട്ടൻ ഇവിടെ ഉണ്ടോ? ആനന്ദേട്ടൻ എങ്ങോ പുറത്തോട്ട് പോണ കാര്യം പറയുന്നത് കേട്ടായിരുന്നല്ലോ. ആനന്ദിന് പോയി, അവൻ എന്തോ തിരക്കുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അതെയോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പം ധർമ്മൻ അങ്ങോട്ട് വരിക. ഞാൻ ഒഴിച്ചാൽ പോരെ ചേച്ചി, അവളുടെ ആങ്ങളുടെ സ്ഥാനത്തല്ല ഞാൻ. ദേവിക്ക് സ്വന്തമായിട്ട് ഇങ്ങനൊരു ആങ്ങളെ ഉള്ളപ്പം നിങ്ങൾ എന്തിനു സങ്കടപ്പെടണം എന്ന് ധർമ്മൻ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് സുഖിനെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ, ഇപ്പോഴും ധർമ്മേട്ടന് വരാൻ കൊണ്ടൊരു സമയം. ചെന്ന് കയറിയതല്ലേ, എന്തായാലും ധർമ്മേട്ടനും കൂടി കുറച്ച് വഴക്ക് കിട്ടട്ടെ എന്ന് സുഖിനെ അപ്പം മനസ്സിൽ പറയണം കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ